ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം എൻട്രിയുള്ള വയനാട്ടിലെ മണിക്കുന്ന് മലയിലേക്കാണ് കേട്ടോ. അപ്പോൾ മണിക്കുന്ന് മലയുടെ താഴെയാണ് ഈ തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും വണ്ടിയെല്ലാം വെക്കുന്നത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ നടന്നിട്ട് ഈ മണിക്കുന്ന് മലയിലേക്ക് പോകുന്നത്. മണിക്കുന്ന് മല അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം നമ്മൾ. കുറച്ച് റിസ്ക്കാണ്, ഏകദേശം ഒരു 2 മണിക്കൂർ നടക്കാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം വണ്ടി നിർത്തിയിട്ട്. അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇതുപോലെ കോൺക്രീറ്റ് റോഡാട്ടാ. ഇനി നമുക്ക് അങ്ങോട്ട് കാപ്പിത്തോട്ടാട്ടാ, 2 സൈഡിലും. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം വലിയ കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആണോ? അപ്പോൾ ഗൈസ്, ഇവിടെ നല്ല ചെരുവാട്ടാ. സ്ലിപ്പായ അങ്ങ് താഴെ എത്തും. നല്ല കയറ്റുണ്ട് ഗൈസ്, നോക്കിയാ കുത്തനെയുള്ള ഇറക്കാട്ടാ. നമ്മൾ വന്ന വഴിയണ്ട, നല്ല ചെരിവുള്ള സ്ഥലമാട്ടാ. പിന്നെ ഇവിടുന്ന് നമ്മൾ മലേൻ്റെ പകുതിക്ക് എത്തിയിട്ട് ഉള്ളത്. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോൾ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ആദിവാസിക്കാർ താമസിക്കുന്ന വീടാട്ടാ കാണുന്നത്. വയനാട് ജില്ലയിലെ തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്താണ് മണിക്കുന്ന് എന്ന മണിക്കുന്ന് മല സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം കേട്ടോ. അപ്പം ഇവിടെ നോക്കുമ്പോഴേ വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, സംഭവം പൊളിയാ. പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വെള്ളം എടുത്തിട്ട് വരണം. മലയ്ക്ക് മുകളിലായി വലിയൊരു കൂറ്റൻ പാറ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ അതിപുരാതനമായതും കരിങ്കല്ലിൽ കൊത്തിയതുമായ മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹവും ഇവിടെയുണ്ട്. എല്ലാ വർഷവും മലയാള മാസം മീനം 7-ന് തൃക്കൈപ്പറ്റ ശിവക്ഷേത്രത്തിലെ കർമ്മികൾ വന്ന് ഇവിടെ പൂജാകർമ്മങ്ങൾ നടത്താറുണ്ടത്രേ. അതിനാൽ ഈ ദിവസം വിവിധ ദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു.